വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോട്ടയം ജില്ലയെ കുറിച്ചാണ്. കോട്ടയം ജില്ലയെ കുറിച്ച് പറയുമ്പോൾ കോട്ടയം ജില്ല നമ്മുടെ 1949 ജൂലൈ 1 പ്രത്യേകത നിങ്ങൾക്ക് അറിയാം. അതായത് തിരുകൊച്ചി സംയോജനം നടന്ന സമയമാണ് അല്ലെ. അങ്ങനെ കേരളത്തിൽ തിരുകൊച്ചി സംയോജന സമയത്ത് നിലവിൽ വന്ന ഇതാണ് കോട്ടയം ജില്ല എന്ന് പറയുന്നത്. കോട്ടയം നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ടി രാമറാവു എന്ന് പറയുന്ന വ്യക്തിയാണ്. കേരളത്തിലെ കടൽ തീരില്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതുമായ ഏക ജില്ല എന്ന് പറഞ്ഞിട്ട് PSCക്ക് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അത് കോട്ടയം ജില്ലയാണ്. കേരളത്തിൽ കടൽ തീരില്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതുമായ ഏക ജില്ല. അതുപോലെ തന്നെ കേരളത്തിലെ ജില്ലകളുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത്, ഏറ്റവും കൂടുതൽ കേരളത്തിലെ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയും ഏത് തന്നെയാണ്? നമ്മുടെ കോട്ടയം ജില്ല തന്നെയാണ്. കോട്ടയാണ് ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച പട്ടണം എന്നുള്ളത് കൊണ്ട് തന്നെ അക്ഷര നഗരം എന്ന പേരില് എന്തിനെ അറിയപ്പെടുന്നു? കോട്ടയം. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച പട്ടണം അല്ലെങ്കിൽ നഗരമാണ് കോട്ടയം. അതുകൊണ്ട് തന്നെ കോട്ടയത്തെ അക്ഷര നഗരം എന്ന് വിളിക്കുന്നു. പിന്നെ 3 എല്ലുകളുടെ നാട്, അതായത് ലാൻഡ്, ലാക്ടെക്സ്, ലെറ്റേഴ്സ്, ലേക്സ്, ലാക്ടെക്സ്, ലെറ്റേഴ്സ്, ഇതിന്റെ മൂന്നിന്റെയും എന്താ പറയുന്നത്, 3 എല്ലുകൾ എടുത്തിട്ടാണ് ലേക്സ്, ലെറ്റേഴ്സ്, ലാറ്റക്സ്. അതാണ് 3 എല്ലുകളുടെ നഗരം എന്ന് എന്തിനെ വിളിക്കുന്നത്? കോട്ടയത്തെ വിളിക്കുന്നത്. പിന്നെ ചുമർ ചിത്ര നഗരം എന്നറിയപ്പെടുന്നതും കോട്ടയം തന്നെയാണ് കേട്ടോ. ചുമർ ചിത്ര നഗരം എന്നറിയപ്പെടുന്നു. മലയാള പത്രപ്രവർത്തനത്തിന്റെ ഈറ്റില്ലം അല്ലെങ്കിൽ ജന്മഗൃഹം എന്നൊക്കെ വിളിക്കുന്നത് ഏതിനെയാണ്? കോട്ടയത്തെ തന്നെയാണ്. ഇനി മീനച്ചിലാറിന്റെ തീരത്തുള്ള പട്ടണം എന്ന് വിശേഷിപ്പിക്കുന്നതും കോട്ടയത്തെ തന്നെയാണ്. മീനച്ചിലാറിന്റെ തീരത്തുള്ള പട്ടണം എന്നും കോട്ടയത്തെ വിശേഷിപ്പിക്കുന്നു. ഇനി കോട്ടയത്ത് ചെങ്ങനാശ്ശേരി എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. കുട്ടനാടിന്റെ കവാടം എന്നും അതുപോലെ തന്നെ 5 വിളക്കുകളുടെ നഗരം എന്നും ഒക്കെ വിശേഷിപ്പിക്കുന്നത് ഇതിനെയാണ്? ചങ്ങനാശ്ശേരിയാണ് എന്ന് ഓർത്തു വയ്ക്കാം. ഇനി കോട്ടയം ജില്ലയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട്, പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം. ദക്ഷിണ മൂകാംബിക എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ചില വിശേഷണങ്ങൾ നമ്മൾ ഇവിടെ തുടക്കം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി കോട്ടയത്തെ കലാരൂപങ്ങളെ കുറിച്ച് പഠിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മാർഗംകളി, അത് ക്രിസ്ത്യാനികൾക്ക് ഇടയിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു കലാരൂപമാണ്. മാർഗംകളി എന്നറിയാം, കോട്ടയത്ത് വളരെ പ്രചാരമുണ്ട്. അതുപോലെ കോട്ടയത്ത് ക്രിസ്ത്യൻസിന്റെ ഇടയിൽ പ്രചാരമുള്ള ഒരു നൃത്തരൂപം കൂടി ഉണ്ട്. അതൊരു ദൃശ്യ കലാരൂപമാണ്. ചവിട്ട് നാടകം എന്നാണ് അതിന്റെ പേര്. പരീക്ഷയ്ക്ക് 2 രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ചവിട്ട് നാടകം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല എന്നും ചോദിച്ചിട്ടുണ്ട്. തട്ടുപൊളിപ്പൻ എന്നറിയപ്പെടുന്ന കലാരൂപം എന്നും ചോദിച്ചിട്ടുണ്ട്. തട്ടുപൊളിപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചവിട്ട് നാടകത്തിനെ വിളിക്കണ്ട. അതുപോലെ തന്നെ അർജുന നൃത്തവും കോട്ടയം ജില്ലയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കലാരൂപമാണ്. മയിൽപീലി തൂക്കം എന്നറിയപ്പെടുന്ന കലാരൂപമാണ്. എന്താ വിളിക്കണേ? മയിൽപീലി തൂക്കം എന്നറിയപ്പെടുന്ന കലാരൂപം ഏതന്നെയാണ്? നമ്മുടെ മയിൽപീലി തൂക്കം എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിന്റെ പേരാ പറയേണ്ടത്? അർജുന നൃത്തത്തിന്റെ പേരാണ് പറയേണ്ടത് കേട്ടോ. എന്താണ്? മയിൽപീലി തൂക്കം എന്നറിയപ്പെടുന്നു. ഇനി അടുത്തത്, ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയം ജില്ല പറയും. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൊതുമരാമത്ത് റോഡുകളുള്ള ജില്ലയും കോട്ടയം ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൊതുമരാമത്ത് റോഡുകളുള്ളതും കോട്ടയം ജില്ലയിലാണ്. ഇനി അടുത്തത് കോട്ടയം ജില്ലയിലെ കുറിച്ച് പഠിക്കുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ്, അതായത് CMS പ്രസ് കോട്ടയത്താണ്. കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് കോട്ടയം തൊട്ട് കുമ്മളി വരെയാണ്. കേരളത്തിലെ ആദ്യത്തെ സിമന്റ് ഫാക്ടറി കോട്ടയത്താണ്, ട്രാവൻകൂർ സിമന്റ്സ് നാട്ടകം. കേരളത്തിലെ ആദ്യത്തെ അതിവേഗ കോടതി നിലവിൽ വന്നതും കോട്ടയത്താണ്. കേരളത്തിലെ ആദ്യത്തെ സ്കൂള് കോട്ടയം ജില്ലയിലാണ് വന്നത്, ബേക്കേഴ്സ് മെമ്മോറിയൽ എന്നാണ് അതിന്റെ പേര്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ സ്കൂൾ ബേക്കേഴ്സ് മെമ്മോറിയൽ കോട്ടയം ജില്ലയിൽ. ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് CMS പ്രസ് കോട്ടയത്ത്. ആദ്യത്തെ സിമന്റ് ഫാക്ടറി ട്രാവൻകൂർ സിമന്റ്സ് നാട്ടകത്ത്. ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് കോട്ടയം മുതൽ കുമളി വരെ. കേരളത്തിലെ ആദ്യത്തെ അതിവേഗ കോടതിയും കോട്ടയം. ഇനി കേരളത്തിലെ ആദ്യത്തെ ഇക്കോ നഗരം എന്ന് വിശേഷിപ്പിക്കുന്നത് കോട്ടയത്തെയാണ്. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ നഗരം എന്ന് വിശേഷിപ്പിക്കുന്നത് കോട്ടയത്തെയാണ്. അതുപോലെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച, നമ്മൾ പറഞ്ഞു അക്ഷര നഗരം എന്ന് പറഞ്ഞപ്പോ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കേരളത്തിൽ ആദ്യത്തെ പട്ടണം കോട്ടയമാണ്. അങ്ങനെ 1989 ജൂൺ 25-നാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച പട്ടണമായി ആര് മാറുന്നത്? കോട്ടയമാണ്. കേരളത്തില് ആദ്യത്തെ ചുമർ ചിത്ര നഗരം എന്ന് ഏതിനെ വിശേഷിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോട്ടയത്തെ വിശേഷിപ്പിക്കുന്നു. കേരളത്തിൽ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് സ്ഥാപിച്ച പോലെ കേരളത്തിലെ ആദ്യത്തെ കോളേജിന്റെ പേരും നമ്മൾ CMS പ്രസ് എന്നല്ലേ പറഞ്ഞത്, അതുപോലെ തന്നെ CMS കോളേജാണ്. 1817-ലാണ്, എത്രയോ അധികം വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ
കോളേജ് CMS കോളേജ് ആണ്, കോട്ടയം ജില്ലയിലാണ്. കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല ചോദിച്ചു കഴിഞ്ഞാലും ഏതാ നമ്മൾ പറയണത്? കോട്ടയം തന്നെയാ പറയേണ്ടത്. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ലയാണ് ഏത്? കോട്ടയം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി, സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി ഏതാണ്? കോട്ടയാണ്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി കോട്ടയാണ്. ഇനി നെക്സ്റ്റ് വൺ, വെച്ചൂർ പശുക്കളുടെ ജന്മഗൃഹം അല്ലെങ്കിൽ വെച്ചൂർ പശുക്കളുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് കോട്ടയാണ്. വെച്ചൂർ പശു ട്ടോ. ഇനി നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യത്തെ നിയമ സാക്ഷരതാ നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ നിയമ സാക്ഷരതാ നഗരം കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി. ഇന്ത്യയിലെ ആദ്യത്തെ നിയമ സാക്ഷരതാ നഗരം. അടുത്ത, ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സയൻസ് സിറ്റി എവിടെ വന്നു? കോട്ടയത്ത് കുറുവിലങ്ങാട് എന്ന സ്ഥലത്ത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സയൻസ് സിറ്റി വന്നത് കോട്ടയത്തെ കുറുവിലങ്ങാടാണ്. ഭിന്നലിംഗക്കാർക്ക് വേണ്ടി ആദ്യമായിട്ട് കേരളത്തിൽ ഒരു കുടുംബശ്രീ യൂണിറ്റ് വന്നത് കോട്ടയത്താണ്. യൂണിറ്റിന്റെ പേര് മനസ്വിനി എന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഭിന്നലിംഗക്കാർക്കായിട്ടുള്ള ആദ്യത്തെ കുടുംബശ്രീ യൂണിറ്റിന്റെ പേര് എന്താണ്? മനസ്വിനി എന്നാണ്. കേരളത്തിലെ ആദ്യത്തെ ആകാശപാത അഥവാ സ്കൈ വാക്ക് കോട്ടയം ജില്ലയിലെ ഷീമാട്ടി ജംഗ്ഷനിലാണ് കാണപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ ആകാശ നടപ്പാത കാണപ്പെടുന്നത് എവിടെയാണ്? കോട്ടയത്ത് ഷീമാട്ടി ജംഗ്ഷനിലാണ്. കേരള പോലീസിന്റെ ആദ്യത്തെ സെൻട്രലൈസ്ഡ് ലോക്കപ്പ് എവിടെ സ്ഥാപിതമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയത്താണ്. കേരള പോലീസിന്റെ ആദ്യത്തെ സെൻട്രലൈസ്ഡ് ലോക്കപ്പ് സ്ഥാപിതമായത് എവിടെയാണ്? കോട്ടയത്താണ്. ആദ്യത്തെ വൈറ്റ് ലാൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരളത്തിലെ ആദ്യത്തെ വൈറ്റ് ലാൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനവും കോട്ടയമാണ്. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ആദ്യത്തെ ഉൾനാടൻ തുറമുഖം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടകമാണ്. കേരളത്തിലെ ആദ്യത്തെ ഉൾനാടൻ തുറമുഖം നാട്ടകമാണ്. ഇനി കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആരംഭിച്ചതും നമ്മുടെ കോട്ടയത്താണ്. നമ്മളത് പത്രം പഠിച്ചപ്പോൾ, മലയാള മനോരമ പത്രം പഠിച്ചപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ പേര് മലയാള മനോരമ കമ്പനിയാണ്. അപ്പൊ മലയാള മനോരമ കമ്പനിയായിട്ട് വരികയും പിന്നീട് പത്രമായിട്ട് മാറുകയും ചെയ്തു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഏതാണ്? മലയാള മനോരമയാണ്. ഇനി ഒരു വ്യക്തിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ യൂണിവേഴ്സിറ്റി, ആദ്യത്തെ യൂണിവേഴ്സിറ്റിയായ MG യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ അതിരമ്പുഴയിലാണ്. കോട്ടയം ജില്ലയിലെ അതിരമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. തെക്കേ ഇന്ത്യയിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം ആദ്യമായി ആരംഭിച്ച ജില്ല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാ പറയാ? കോട്ടയം ജില്ലയാണ് പറയാ. ഇനി അടുത്തത് നമ്മള് നമ്മുടെ ജോസ് കെ മാണി MP പ്രധാനമന്ത്രി സൻസദ് ആദർശ് യോജന പ്രകാരം ആദ്യമായിട്ട് ആദർശ ദത്ത് ഗ്രാമമായി തെരഞ്ഞെടുത്തത് കോട്ടയം ജില്ലയിലെ നീണ്ടൂർ എന്ന് പറയുന്ന ഗ്രാമമാണ്. ശ്രദ്ധിക്കണം, ജോസ് കെ മാണി MP പ്രധാനമന്ത്രി സൻസദ് ആദർശ് ഗ്രാമ യോജന എന്ന് പറയുന്ന സ്കീം പ്രകാരം ആദ്യ ആദർശ ദത്ത് ഗ്രാമമായി തെരഞ്ഞെടുത്തത് കോട്ടയം ജില്ലയിൽ നീണ്ടൂർ എന്ന് പറയുന്ന ഗ്രാമത്തെയാണ്. അതുപോലെ തന്നെ സണ്ണി മാത്യൂസ് ഡിസ്ക് ആൻഡ് മെഷീൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ പാലയിലാണ്. സണ്ണി മാത്യൂസ് ഡിസ്ക് ആൻഡ് മെഷീൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ പാലയിലാണ്. കോട്ടയം ജില്ലയിലെ അയ്മനത്തെയും മീനച്ചിലാറിനെയും പശ്ചാത്തലമാക്കി നമ്മുടെ അരുന്ധതി റോയി ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ മീനച്ചിലാറിന്റെ തീരത്തുള്ള പട്ടണമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അയ്മനം എന്ന് പറയുന്ന സ്ഥലത്തെയും മീനച്ചിലാറിനെയും പശ്ചാത്തലമാക്കിയിട്ടുള്ള കൃതിയാണ് ഏത്? ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്നത്. ഇനി വൈക്കം മഹാദേവ ക്ഷേത്രം, വൈക്കം സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട അത് വേമ്പനാട്ട് കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്തു. അതുപോലെ തന്നെ കോട്ടയത്ത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷന്റെ പേരാണ് ഇലവീഴ പൂഞ്ചിറ. ഏതാണ്? ഇലവീഴ പൂഞ്ചിറ. കേരളത്തില് ന്യൂസ് പ്രിന്റ് ഫാക്ടറി വെള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, കേരള ന്യൂസ് പ്രിന്റ് ഫാക്ടറി എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും. എവിടെയാണ്? വെള്ളൂരാണ്. വളരെ പ്രശസ്തരായിട്ടുള്ള 2-3 വ്യക്തികൾ ജനിച്ചിരിക്കുന്ന സ്ഥലമാണ് കോട്ടയം ജില്ല. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നമ്മുടെ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ ജന്മദേശമായ ഉഴവൂര്, മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണന്റെ ജന്മദേശമായ തലയോലപ്പറമ്പ്, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദേശമായ അതും തലയോലപ്പറമ്പന്. ഇതൊക്കെ എവിടുത്തെ സ്ഥലങ്ങളാണ്? നമ്മുടെ കോട്ടയം ജില്ലയിലെ സ്ഥലങ്ങളാണ്. അടുത്തത് നായർ സർവീസ് സൊസൈറ്റി അഥവാ NSSന്റെ ആസ്ഥാനം കോട്ടയം ജില്ലയിൽ പെരുന്ന എന്ന് പറയുന്ന സ്ഥലത്താണ്. കോട്ടയം ജില്ലയിൽ പെരുന്ന.
കേരളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ചുമർ ചിത്രമാണ് നോഹയുടെ പേടകം. അത് സ്ഥാപിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിനടുത്തുള്ള പുഷ്പഗിരി സെന്റ് ജോസഫ്സ് പള്ളിയിലാണ്. അപ്പൊ കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരിനടുത്തുള്ള സെന്റ് ജോസഫ്സ് പള്ളി, പുഷ്പഗിരി സെന്റ് ജോസഫ്സ് പള്ളിയില് ചുമർ ചിത്രമായ, കേരളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ചുമർ ചിത്രമായ നോഹയുടെ പേടകം സ്ഥിതി ചെയ്യുന്നു. ഓർക്കണം, മറക്കരുത്. ഇനി അടുത്തത് ലക്ഷ്മീപുരം കൊട്ടാരണ്ട്. ലക്ഷ്മീപുരം പാലസ് കോട്ടയം ജില്ലയില് ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ലക്ഷ്മീപുരം പാലസ്. ഇതിന്റെ പ്രത്യേകത കേരളത്തിന്റെ പാണിനി, കേരള പാണിനി എന്നറിയപ്പെടുന്ന AR രാജരാജവർമ്മൻ ജനിച്ചത് ഈ ലക്ഷ്മീപുരം പാലസിലാണ്. ആ പാലസിനെ കുറിച്ച് ചോദിച്ചില്ലെങ്കിലും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം, കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? AR രാജരാജവർമ്മയാണ്. ഇനി കോട്ടയം മെഡിക്കൽ കോളേജ് ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയ കേരളത്തിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രിയാണ്. അതായത് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ കേരളത്തിലെ ആദ്യത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ പറയാ? കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ പേരാണ് നമ്മൾ പറയേണ്ടത്. ഇനി കോട്ടയം ജില്ലയില് കായലോരവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കുമരകം വിനോദസഞ്ചാര കേന്ദ്രം. നമ്മൾ കുമരകം എന്ന് പറയുമ്പോൾ പക്ഷി സങ്കേതം എന്ന നിലയ്ക്ക് കുമരകത്തിനെ കേട്ടിട്ടുണ്ട് അല്ലെ? വേമ്പനാട് പക്ഷി സങ്കേതം, അതുപോലെ തന്നെ ബേക്കേഴ്സ് എസ്റ്റേറ്റ്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? കുമരകം തന്നെയാണ്. ധാരാളം പക്ഷികളെ കാണപ്പെടുന്നതാണ് അവിടെ. പക്ഷി നിരീക്ഷകരുടെ ഗാർഡൻ ഓഫ് ഏദൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? കുമരകം പക്ഷി സങ്കേതമാണ് കേട്ടോ. ഇനി ഈ കുമരകത്ത് തന്നെയാണ് താഴത്തങ്ങാടി ബോട്ട് റേസ് നടക്കുന്നത്. അപ്പൊ താഴത്തങ്ങാടി ബോട്ട് റേസ് നടക്കുന്നത് കുമരകത്താണ്. അത് പക്ഷി നിരീക്ഷകരുടെ ഗാർഡൻ ഓഫ് ഏദൻ എന്നറിയപ്പെടുന്നത് കുമരകമാണ്. ആദ്യകാലത്ത് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നും അതുപോലെ തന്നെ വേമ്പനാട് പക്ഷി സങ്കേതം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇനി ഉത്തരവാദിത്ത വിനോദസഞ്ചാര കേന്ദ്രം മനസ്സിലായോ നിങ്ങൾക്ക്? റെസ്പോൺസിബിൾ ടൂറിസം ഡെസ്റ്റിനേഷൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ എവിടെ പറയും? നമ്മുടെ കുമരകത്ത് തന്നെയാണ് പറയേണ്ടത്. ഇനി കുമരകത്ത് ഒരു ബോട്ട് അപകടം നടക്കുകയുണ്ടായി, നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് അന്വേഷിച്ചത് ജസ്റ്റിസ് നാരായണക്കുറുപ്പ് എന്ന് പറയുന്ന കമ്മീഷനാണ്. ജസ്റ്റിസ് നാരായണക്കുറുപ്പ് കമ്മീഷനാണ് കേട്ടോ. ഇനി അടുത്തത് നമ്മള് ഇപ്പൊ വിനോദസഞ്ചാരത്തെ കുറിച്ചൊക്കെ പഠിച്ചു. ഇനി നമ്മള് കുറച്ചും കൂടി ക്ഷേത്രങ്ങളെ കുറിച്ചും പള്ളികളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ പേട്ടതുള്ളലിന് പ്രസിദ്ധമായിട്ടുള്ള എരുമേലി വാവരു പള്ളി കോട്ടയത്താണ്. അതുപോലെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ തുടങ്ങിയ സമുദായക്കാരുടെ ഏകോപനത്തോടെ നടക്കുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഉത്സവം അവിടെ നടക്കുന്നുണ്ട്, ചന്ദനക്കുടം മഹോത്സവം. ഇനി ഏഴര പൊന്നാന എഴുന്നള്ളിപ്പിന് പ്രസിദ്ധമായിട്ടുള്ള ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രവും ഇവിടെയാണ്. ഇനി അടുത്തത് സൂര്യനെ ആരാധിക്കുന്ന ആദിത്യപുരം സൂര്യദേവ ക്ഷേത്രവും ഇവിടെയാണ്. അതുപോലെ തന്നെ പാക്കിൽ ധർമ്മദേവ ക്ഷേത്രം, ശാസ്താക്ഷേത്രം, പാക്കിൽ ധർമ്മശാസ്താക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. എന്താ ഇതിന്റെ പ്രത്യേകത അറിയോ നിങ്ങൾക്ക്? വീട്ടുപകരണങ്ങൾ വിൽക്കുന്നതിന് പ്രസിദ്ധമായ സംക്രാന്തി വാണിഭം നടക്കുന്നു. അപ്പൊ സംക്രാന്തി വാണിഭം നടക്കുന്നത് എവിടെയാ? കോട്ടയം ജില്ല. സംക്രാന്തി വാണിഭം നടക്കുന്ന ക്ഷേത്രം ഏതാ? പാക്കിൽ ധർമ്മശാസ്താ ക്ഷേത്രം. ഇനി അതുപോലെ തന്നെ പണ്ടത്തെ കൊത്തുപണികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പ്രാചീന ലിപിയിൽ കൊത്തിവെച്ചിരിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള മണിയൊക്കെ കാണുന്നുണ്ട്. ലിപികളൊക്കെ കൊത്തിവെച്ചിരിക്കുന്ന മണി, അങ്ങനെ പണ്ടത്തെ ലിപികൾ കൊത്തിവെച്ചിരിക്കുന്ന മണി സ്ഥാപിച്ചിരിക്കുന്ന ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേര് കുറുവിലങ്ങാട് പള്ളി എന്നാണ്. എന്താണ്? കുറുവിലങ്ങാട് പള്ളി. അപ്പൊ കുറുവിലങ്ങാട് പള്ളിയും കോട്ടയത്താണ്. ഇനി അടുത്തത് തിരുവാർപ്പ് എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്, ഒരു ശ്രീകൃഷ്ണന്റെ അമ്പലമാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യം നട തുറക്കുന്നത് ഈ അമ്പലത്തിലാണ്. ഇത്ര 2 മണിക്കാണ് ഇതിലെ വെളുപ്പിന് 2 മണിക്ക് എന്താണ് നട തുറക്കും. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രഹണ സമയത്ത്, ഗ്രഹണം നടക്കുമ്പോൾ സാധാരണ ക്ഷേത്രങ്ങളൊക്കെ അടച്ചിടും. സൂര്യഗ്രഹണം നടക്കുമ്പോൾ ഗ്രഹണ സമയത്ത് അടച്ചിടാത്ത കേരളത്തിലെ ഏക ക്ഷേത്രമാണ്. ഇപ്പൊ ഈ ക്ഷേത്രങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ദേവസ്വം ബോർഡിന്റെ എക്സാമുകളൊക്കെ എഴുതുന്നവർക്ക് ഇത്തരം ക്ഷേത്രങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അല്ലാതെയും ചോദിക്കാറുണ്ട്, ചോദിക്കില്ല എന്നല്ല, അപ്പോൾ മറ്റു രീതിയിലും ചോദിക്കുക. അതുകൊണ്ട് നമ്മളിത് പഠിച്ചു വെക്കണം. ഇനി റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയത്താണ്. അതുപോലെ റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം കോട്ടയത്താണ്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി ഉണ്ട്, വെള്ളൂരാണ്. അതുപോലെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണത്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം കോട്ടയം ജില്ലയിൽ പ്രവർത്തിക്കുന്നു. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കോട്ടയം
ആണ്. കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് കോട്ടയം ജില്ലയിൽ തെക്കുംതലയിലാണ്. കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് കോട്ടയം ജില്ലയിൽ തെക്കുംതലയിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫോർമേഷൻ ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫോർമേഷൻ ടെക്നോളജി വലവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. എവിടെയാണ്? വലവൂരാണ്. അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും നമ്മൾ കോട്ടയം ജില്ല എന്ന് പറയുന്ന ജില്ലയെ കുറിച്ച് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് 4 ജില്ല, അതായത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, 4 ജില്ലയും കൂടെ പഠിച്ചു കഴിയുമ്പോൾ കേരളത്തിലെ ജില്ലകൾ പഠിച്ചു തീരും. ഇതപ്പോ നമ്മൾ ഇന്ന് 10ാമത്തെ ജില്ലയാണ് കോട്ടയം ജില്ല പഠിക്കുന്നത്. ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കണു. വളരെ നന്നായിട്ട് പഠിക്കുക. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.